ഇവിടെ പറഞ്ഞില്ല നമ്മുടെ തൗഹീദിൻ്റെ വിഷയം. ഇതിപ്പോൾ ഇന്ന് ഇപ്പോൾ തൗഹീദ് പറഞ്ഞാൽ വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു വിഷയമാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, പിന്നെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്, ഇവിടെ ഒരു മഖ്ലൂഖ് ഉണ്ട് നോക്കിക്കോളി. നമ്മൾ തൗഹീദ് വളരെ സിമ്പിളായി മനസ്സിലാക്കുക. ഇതൊരു മനുഷ്യനാണ്, ഇത് അർറജുൽ. അപ്പോൾ എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്? തൗഹീദ് നമ്മൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിനുള്ളത് അള്ളാഹ്ക്ക് മാത്രം കൊടുക്കുക. ഖലാസ്, ഇത്ര തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ളത് അള്ളാഹ്ക്ക് മാത്രം കൊടുക്കുക. അപ്പോൾ നോക്കിക്കോ, ഈ മനുഷ്യൻ അള്ളാഹ്ക്ക് കൊടുക്കേണ്ടപ്പോൾ ഒന്ന് ദുആ, അതുപോലെ തന്നെ പിന്നെ സ്വലാത്ത്, നിസ്കാരം, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ടല്ലോ. ഇനി ഈ മനുഷ്യൻ മഖ്ലൂഖിന് കൊടുക്കേണ്ടതുണ്ടാവും. അപ്പോൾ ഇതുപോലെ അവൻ്റെ പിന്നെ സഹായങ്ങൾ, സമ്പത്ത്, അതുപോലെ തന്നെ മറ്റ് സഹായങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അള്ളാഹുവിനുള്ളത് അള്ളാഹുവിന് മാത്രം കൊടുക്കുക, അള്ളാഹുവിനുള്ളത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുക. അതാണെന്ത്? ശിർക്ക്. ഖലാസ്, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ അള്ളാഹുവിനുള്ളത് അള്ളാഹ്ക്ക് മാത്രം കൊടുക്കുക. അപ്പോൾ നോക്കിക്കോ, ഈ ദുആ എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ ഈ ദുആ ഇയാൾ അള്ളാഹ്ക്ക് കൊടുത്താൽ തൗഹീദായി. മനസ്സിലല്ലോ? അപ്പോൾ ഈ ദുആ എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഈ ദുആ ഇയാൾ വെക്കേണ്ടത് ഇവിടെയാണ്. ഈ ദുആ എടുത്തിട്ട് ഇയാൾ ഇവിടെ വെച്ചാലോ ശിർക്കായി. അതാണ് ളുൽമു നർ. ളുൽമു നർ എന്താ പറയുക? വളുഉ ശൈഇ ഫീ ഗൈരി മൗദിഇ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് വെക്കേണ്ടത് ഇവിടെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഈ ദുആ ഇയാൾ ഇവിടെ കൊണ്ടുവയ്ക്കണ്ടേ? ഇവിടെ കൊണ്ടുവയ്ക്കണ്ടേ? പക്ഷെ അതെടുത്തിട്ട് ആൾ ഇവിടെ കൊണ്ടുവച്ചാൽ എന്തായി? ദുൽമാണ്, ശിർക്കാണ്. അപ്പം അള്ളാഹുവിനുള്ളത് അല്ലാത്തവർക്ക് കൊടുത്താൽ അത്ര ഉള്ളൂ തൗഹീദ് ശിർക്കും എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് മനസ്സിലാക്കാം. അള്ളാഹുവിനുള്ളത് അള്ളാഹ്ക്ക് മാത്രം, അള്ളാഹുവിനുള്ളത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ അതിന് പേരാണെന്ത്? ശിർക്ക്.